ഉദയംപൂർ ദേശനിവാസികളെ, സർവശക്തനായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള സന്ദേശവുമായിട്ടാണ് ഈ ടീം അംഗങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഏതൊരു കാര്യത്തിന്റെയും അവസാനം അറിയുവാൻ നമുക്ക് താല്പര്യമുണ്ട്. പ്രിയ സ്നേഹിതരെ, മരണമുള്ള മനുഷ്യരുടെ ഭരണം തീരുകയും മരണമില്ലാത്ത ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ വരാൻ പോകുകയും ചെയ്യുകയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യരായ നമ്മളോട് പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. മരിക്കുന്നതിന് മുമ്പേ, മരണം നമ്മളെ പിടിക്കുന്നതിന് മുമ്പേ ദൈവത്തോടുകൂടെ ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയം ഈ സന്ദേശം ശ്രവിക്കുവാൻ താഴ്മയെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. മനോഹരമായ ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നായക, ജീവദായക, യേശുവേ എൻ സ്നേഹദായക. നായക, ജീവദായക, യേശുവേ എൻ സ്നേഹദായക. നമിച്ചിടുന്നു, നിന്നെ സ്തുതിച്ചിടുന്നു, യേശുവേ എൻ സ്നേഹദായക. നായക, ജീവദായക, യേശുവേ എൻ സ്നേഹദായക. തമസിലുഴലുമെൻ ജീവിതനൗകയിൽ പ്രകാശമരുളും പ്രഭാതമലരേ. തമസിലുഴലുമെൻ ജീവിതനൗകയിൽ പ്രകാശമരുളും പ്രഭാതമലരേ. പ്രണാമമുത്തങ്ങൾ ഏഹിതമെന്നും പ്രണാമമന്ത്രങ്ങൾ ചൊല്ലിടാം. നായക, ജീവദായക, യേശുവേ എൻ സ്നേഹദായക. നമിച്ചിടുന്നു, നിന്നെ സ്തുതിച്ചിടുന്നു, യേശുവേ എൻ സ്നേഹദായക. മധുരിമ നിറയും സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാഥ. മധുരിമ നിറയും സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാഥ. പ്രകാശധാരകൾ പൊഴിയുക എന്നിൽ പ്രപഞ്ചനാഥാനികനിയോടെ. നായക, ജീവദായക, യേശു
യേശുവേയൻ സ്നേഹദായക, നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു. യേശുവേയൻ സ്നേഹദായക, യേശുവേയൻ സ്നേഹദായക, യേശുവേയൻ സ്നേഹദായക. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഉടമയായ, സർവചരാചരങ്ങളുടെ ഉടമയായ, സർവരുടെയും പിതാവായ സ്വർഗസ്ഥ പിതാവിന്റെ ഒരു മഹാസന്തോഷ വാർത്ത, ഒരു മഹാസുവിശേഷം നിങ്ങളെ അറിയിപ്പാനാണ് ഈ ഉദയംപേർ ദേശം, നടക്കാവ് എന്ന് പറയുന്ന ഈ ദേശത്തിലൂടെ ഇപ്പോൾ ഈ ടീം കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയേണ്ടത്, നാം അറിയാത്ത ഒരു ഉടമസ്ഥൻ നമുക്കുണ്ട്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ഒരു സൃഷ്ടാവ് നമുക്കുണ്ട്. ആ സൃഷ്ടാവാണ് നമ്മുടെ ഉടമസ്ഥൻ, ആ സൃഷ്ടാവാണ് നമ്മുടെ അപ്പൻ. വിശുദ്ധ ബൈബിൾ ആ സൃഷ്ടാവിനെ ഇങ്ങനെ വിളിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ്. മാനവരാശി അറിയാത്ത മാനവരാശിയുടെ ഉടമസ്ഥനെ കുറിച്ച്, മാനവരാശിക്ക് പ്രതിത്വം നൽകിയ ആ അപ്പനെ കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിച്ച് കടന്നു പോകുകയാണ് ഏതാനും നിമിഷങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, സംഘടനയുടെ പുസ്തകമല്ല, ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. അത് മാനവരാശിക്ക് ദൈവം തന്നിട്ടുള്ള ഒരു സ്നേഹ സന്ദേശമാണ്. നീ അറിയാത്ത ഒരു അപ്പൻ നിനക്കുണ്ട്, ആ അപ്പൻ നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കുന്ന ഒരു സന്ദേശമാണ്. നീയുമായി ഒരു കുടുംബമായി തീരുവാൻ ആ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു, അതിനായി നിന്നെ ക്ഷണിക്കുന്നു എന്ന സന്ദേശമാണ് ഞങ്ങളിവിടെ നിങ്ങളെ അറിയിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ മരിക്കുന്ന മനുഷ്യരോടുകൂടെ ജീവിച്ച് ഏതാനും ദിവസം മാത്രം നിലനിൽക്കുന്ന ഒരു ഭാവി ഉണ്ടാക്കാൻ നമ്മൾ കടം നടത്തി, വണ്ടി ഓടിച്ച്, സ്കൂളിൽ പഠിച്ച്, പലതും ചെയ്ത് വയറ് നിറച്ച് മരണമെന്ന ഭീകരന്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ, നമ്മൾ ഇതുവരെയും അധ്വാനിച്ചും നല്ലത് ചെയ്തും ചീത്തത് ചെയ്തും എല്ലാം ഉണ്ടാക്കിയത് മരണമെന്ന ഭീകരന്റെ മുമ്പിൽ അടിയറ വെച്ച് പോകുമ്പോൾ, പ്രിയമകനെ, പ്രിയമകളെ, ഞാനും നിങ്ങളും വെറും മണ്ടന്മാരായി, മണ്ടിമാരായി ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ദൈവം നാം വെറും മണ്ടന്മാരായി, മണ്ടിമാരായി ജീവിച്ച് അവസാനിക്കാനല്ല, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് മനുഷ്യർ ഒരുക്കുന്ന ഭാവിക്ക് വേണ്ടി ഓടി നടക്കുന്ന നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ഉണ്ടാക്കി കൂട്ടുന്നത് മുഴുവൻ ഒരു ദിവസം വട്ടപൂജ്യമായി തീരും. സ്കൂളിൽ പോയി LKG പഠിച്ച്, UKG പഠിച്ച്, 1ാം ക്ലാസ് 2ാം ക്ലാസ്സും ഒക്കെ പഠിക്കണം, നല്ലതാണ്. പക്ഷെ പഠിച്ചുണ്ടാക്കിയ ജോലിയെടുക്കുവാൻ കഴിയാത്ത ഒരു ശരീരവുമായി കണ്ണുമങ്ങി, മുട്ടുവേദനയായി, നടുവേദനയായി, അവസാനം മരണം പിടിച്ച് കീഴടക്കുമ്പോൾ ഞാനും നിങ്ങളും സഹായിക്കാൻ ആരുമില്ലാതെ, നമ്മുടെ പാരസെറ്റാമോൾ നമ്മളെ സഹായിക്കത്തില്ല, ആന്റിബയോട്ടിക് സഹായിക്കത്തില്ല, ബേക്കറി പലഹാരങ്ങൾ സഹായിക്കത്തില്ല. ഇതാ മരുന്നുകൾക്കും ആശുപത്രികൾക്കും രാഷ്ട്രീയക്കാർക്കും ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഒരു ദിവസം മരണം പിടിച്ചുകൊണ്ടുപോകേ. എന്നാൽ മരണത്തെ കീഴടക്കി നിന്റെ ഉടമസ്ഥനോടുകൂടെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, എന്നെയും നിങ്ങളെയും പോലെ മതത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകാത്ത ഒരു ദൈവമുണ്ട് നമുക്ക്, ഒരു സൃഷ്ടാവുണ്ട് നമുക്ക്. ആ സൃഷ്ടാവ് നിന്നെയും കാത്തിരിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നീയുമായ ഒരു കുടുംബമായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം ഇതാ മടി കൂടാതെ ഈ വെയിലത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കളിയാക്കൽ ചിരിയുടെ മുമ്പ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. നിന്നെ രക്ഷിക്കുവാൻ ഒരു കരമുണ്ട്. അത് ഈ ഭൂമിയിൽ ആർക്കും നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഉടമസ്ഥനായ, നിന്റെ സൃഷ്ടാവായ ദൈവം, നിന്റെ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നീ അറിയാത്ത ഒരപ്പൻ നിനക്കുണ്ടെന്നുള്ളൊരു സന്ദേശം നിന്നെ അറിയിക്കുകയാണ്.
ആ അപ്പൻ നിന്നെ വിളിക്കുകയാണ് തന്നോടുകൂടെ ജീവിപ്പാൻ, ഒരു കുടുംബമായി തീരുവാൻ. മോനെ മനുഷ്യരോടുകൂടെ, മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് ഇവിടെ മരിച്ച് അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് മരണത്തിൽ നീക്കുപോക്കുള്ള ദൈവം എന്നെ തന്നോടുകൂടെ ജീവിക്കാൻ വിളിക്കുമ്പോൾ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു എന്നുകൊണ്ട് ആ ദൈവത്തോടുകൂടെ ജീവിച്ച് ദൈവത്തിന്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് മരണം വിട്ടുനീങ്ങിയവനായി അവിടെ ജീവിക്കുന്നതല്ലേ ഉത്തമം. ചിന്തിച്ചു നോക്ക്, തീരുമാനം നമ്മുടെ അടുക്കലാണ്. ഞങ്ങളിത് മതം പ്രസംഗിക്കാൻ വന്നതല്ല. പലപ്പോഴും പല മതങ്ങളെ പ്രസംഗിക്കുന്നവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങളോട് നിങ്ങളെ അറിയിച്ചാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടാവ് നിനക്കുണ്ട്, സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും സൃഷ്ടിച്ച ഒരു അപ്പൻ നിനക്കുണ്ട്. ആ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ, അപ്പൻ നിന്നെ വിളിക്കുകയാ അപ്പനോടുകൂടെ ജീവിക്കാൻ. നീ അറിയാത്ത ഒരപ്പൻ, നിന്റെ ഉടമസ്ഥൻ നിനക്കുണ്ട്. ഒരിക്കല് ഒരു അനാഥാലയത്തിൽ ചെന്നപ്പോൾ പല കുട്ടികളെയും കാണാനറിയാം. അവരോട് ചോദിച്ചു, പല ചോദ്യങ്ങളും ചോദിച്ചു. അവസാനം ചോദിച്ചു, നിങ്ങളുടെ അപ്പനെ അറിയുമോ നിങ്ങൾക്ക്? അവര് പറഞ്ഞു, എനിക്ക് അപ്പനെ അറിയത്തില്ല. എന്റെ മോനെ നിന്റെ സൃഷ്ടാവിനെ, നിന്റെ അപ്പനെ അറിയോ നിനക്ക്? നിന്റെ അപ്പനെ നീ അറിഞ്ഞാൽ നിന്റെ സകല വിഷയങ്ങളും പ്രശ്നങ്ങളും അതോടെ തീരും. കാരണം നിനക്കും എനിക്കും വേണ്ടി കരുതിയിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നമ്മളെപ്പോലെ ജാതിയുടെ ഉള്ളിലല്ല, മതത്തിന്റെ സംഘടനയെ ഗ്രൂപ്പിന്റെ ഉള്ളിലല്ല. ആ സൃഷ്ടാവ് മരണമില്ലാത്ത നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ്. ആ പിതാവിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആ പിതാവിനെ കുറിച്ച് ലോകത്തെ അറിയിച്ചു. ക്രിസ്തു പിതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, പിതാവേ, ലോകത്തിനും നിന്നെ അറിയത്തില്ല. ഇതാ ഷാജിക്കും ജോസഫിനും മിനിക്കും രമണിക്കും ഇവിടെയുള്ള ആർക്കും നിന്നെ അറിയില്ല. അവർക്കറിയാവുന്നത് ദൈവങ്ങളല്ലാത്ത കുറെ ദൈവങ്ങളെയാണ്. ദൈവമല്ലാത്ത ദൈവങ്ങളെ അറിയുന്ന ജനം. അവർക്ക് സൃഷ്ടാവിനെ അറിയില്ല. ക്രിസ്തു പറഞ്ഞു, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആ ക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യഥാർത്ഥ സൃഷ്ടാവിനെ. പ്രിയമകനെ, പ്രിയമകളെ, ഈ ഒരു തിരിച്ചറിവ് ആ ക്രിസ്തു വെളിപ്പെടുത്തിയ അതേ സൃഷ്ടാവിനെ, സ്വർഗീയ പിതാവിനെ ഞങ്ങൾ നിങ്ങൾക്കും വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്. ക്രിസ്തു അന്ന് ചെയ്ത ഡ്യൂട്ടിയിലാണ് ആ സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തി. അത് തന്നെ വിശുദ്ധ പൗലോസിനോട് കാരണം ഞങ്ങളും വെളിപ്പെടുത്തുന്നു. ദൈവവുമായി ഒന്നായിക്കൊള്ളുവേൻ എന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഒരു കുടുംബമായി തീരുക, ദൈവത്തോട് മരണമില്ലാത്തവരായി തീരുക. മനുഷ്യമക്കളായി മരണമുള്ള മനുഷ്യരോടുകൂടെ ജീവിച്ച് ദൈവമക്കളായി മരണമില്ലാത്തവരായി ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. ദൈവം ഭൂമിയെ വാഴുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നിന്റെ ചിന്തകളുടെ രൂപം മാറ്റി ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ആ പിതാവിന്റെ അധികാരത്തിന് കീഴിലായിരിക്കാൻ മാനസാന്തരപ്പെടവേ. എപ്പോഴും നമുക്ക് സ്വന്തം അധികാരത്തിന് കീഴിലായിരിക്കാനാണ് താല്പര്യം. എന്നാൽ ആ സ്വയഭരണം വിട്ട് ദൈവത്തിന്റെ ഭരണത്തിലേക്ക് മാനസാന്തരപ്പെടുവിനെന്ന് ദൈവത്തിന്റെ ആത്മാവ്, പ്രിയ മക്കളെ, നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ദൈവിക ഭരണം ഒരു കുടുംബമാണ്, ദൈവത്തിന്റെ കുടുംബം. ആ കുടുംബത്തിൽ നീ ദൈവത്തിന്റെ മകനായി അവിടെ പ്രവേശിക്കപ്പെട്ടാൽ തുടർന്ന് ഈ ഭൂമിയുടെ ഭരണവും ക്രിസ്തുവോടുകൂടെ ഭരിക്കുവാൻ അടുത്ത ഭൂമിയുടെ രാജാവും നീയാണ്. വ്യക്തതയോടെ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ മനുഷ്യനെടുക്കുന്ന ഭാവിക്ക് വേണ്ടി നാം ഓടി ഈ ലോകപ്രകാരം ഒരു LKG UKG വിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് സൈൻ തീറ്റയും കോസ് തീറ്റയും കൊസീക്കൻ തീറ്റയും പഠിച്ച് ന്യൂട്ടൺസ് ലോയും ബെർണൂലിസ് പ്രിൻസിപ്പിളും പഠിച്ച് സിയും സീപ്രസും കോബാളും ജാവയും പഠിച്ച് IELTS പഠിച്ച് പാസ്സായി
അങ്ങ് ഓസ്ട്രേലിയയിലും ന്യൂയോർക്കിലും ഇതാ പല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചേക്കേറി കുറച്ചു ദിവസം അവിടുത്തെ ഡോളറും കൊണ്ട് കീശ ഉയർപ്പിച്ച് അവസാനം മരണമെന്ന ഭീകരന്റെ മുമ്പിൽ പരാജയപ്പെട്ട് പിന്നെ ബിരിയാണിക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പാരസെറ്റാമോളിനും ആന്റിബയോട്ടിക്കിനും ഒന്നും എന്റെയും നിങ്ങളെയും മരണത്തെ മാറ്റുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ മരണമില്ലാത്ത സ്വർഗത്തിലെ ദൈവം, മരണത്തിന് മേലധികാരിയെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും തന്റെ കുടുംബമാകുവാൻ യേശുക്രിസ്തുവിലൂടെ ക്ഷണിക്കുകയാണ്. ഇതാണ് യേശുക്രിസ്തു പ്രസംഗിച്ച രാജ്യത്വ സുവിശേഷം. മത്തായി 24:14 ഇങ്ങനെ പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. യേശുക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി ദൈവപുത്രന്മാരുടെ ഗവൺമെന്റ് ആരംഭിക്കും. ആ ദൈവപുത്രന്മാരുടെ ഗവൺമെന്റിലേക്ക് ദൈവത്തിന്റെ മകനായി മകളായി നിന്നെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാരായി നിന്നെ മുൻനിയമിച്ചിരിക്കുന്നു എന്ന ചിന്ത ഇതാ നിന്നെ അറിയിക്കുകയാണ്. അതിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഇത്രയും പ്രസംഗിച്ചതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടാവും, എനിക്കും ആ ദൈവിക കുടുംബത്തിലേക്ക്, ആ ദൈവിക ഗവൺമെന്റിലേക്ക് കടന്നു വരണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അതൊരു നല്ല ചിന്തയാണ്. എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, ഭൂമിയിൽ അതിന് ഒരു വഴിയുമില്ല. ഇതിപ്പോ ഈ നടക്കാവിലായിരിക്കും നിങ്ങൾക്ക് പുതിയതിലേക്ക് പോകണമെങ്കിൽ എന്താ വഴി എന്ന് ചോദിച്ചാൽ നേരെ ഇതാ ഈ വഴി അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിലേക്ക് പോകാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ നേരെ പുതിയ വഴി അങ്ങ് പോയാൽ മതി. പക്ഷേ സ്വർഗീയ പിതാവിന്റെ കുടുംബമായി തീരാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ഒരു വഴിയില്ല. സ്കൂളിൽ വഴിയില്ല, കോളേജിൽ വഴിയില്ല, യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ വഴിയില്ല, മെഡിക്കൽ ഷോപ്പിൽ വഴിയില്ല, ആശുപത്രിയിൽ വഴിയില്ല, രാഷ്ട്രീയക്കാരന്റെ വഴിയില്ല. എങ്ങും വഴിയില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ഒരു വഴി ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ദൈവം തന്നെ ഒരുക്കിയ വഴിയാണ് തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെയുള്ള ജീവനുള്ള പുതിയ വഴി. ആ വഴി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും സ്വർഗീയ പിതാവ് സ്വർഗത്തിൽ നൽകിയിട്ടില്ല, തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമമല്ലാതെ. നിങ്ങൾ ചോദിക്കുക, അതെന്തിനാ ഇങ്ങനെ ഒരു വഴിയുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് മക്കളെ. നാം എല്ലാം ഇന്നും മരിച്ചുകൊണ്ടിരിക്കുക. കാരണം പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ മരണത്തിന് പരിഹാരം, പാപത്തിന് പരിഹാരം മരണത്തിലൂടെയേ സംഭവിക്കൂ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കാൽവരിയിൽ യാഗമായി. ഒരു ലക്ഷം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോഷത്വമായിട്ട് തോന്നാം, പക്ഷെ ഈ ബോഷത്വം ദൈവശക്തിയാണ്. എന്റെ ഹൃദയത്തിൽ യേശു കർത്താവ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവാൻ കർത്താവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തുടർന്ന് യേശുവെ അനുസരിച്ച് യേശുവെ അനുഗമിച്ച് ജീവിപ്പാൻ പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതാ ക്രിസ്തുവിനോട് സ്വർഗീയ പിതാവ് ഒരുക്കിയ ഈ വഴിയിലേക്ക് മകനെ നീയും പ്രവേശിക്കുകയാണ്. ഇതിൽ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പ് ഒന്നുമില്ല. പകരം ഇവിടെ ഒരു കുടുംബമുണ്ട്, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ കുടുംബം. അതിലേക്ക് നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമകനെ, പ്രിയമകളെ, അതിലേക്ക് വരാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ പേര് വിളിച്ചപേക്ഷിക്കുന്ന ഏവരും പാപത്തിൽ നിന്ന് മരണത്തിൽ രക്ഷിക്കപ്പെടും. ആ യേശുവിന്റെ പേര് വിളിച്ചപേക്ഷിച്ച് യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപങ്ങളോട് ക്ഷമിക്കണമേ, എന്റെ രക്തത്താലെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങനെ രാജാവായി എന്റെ കർത്താവായി കടന്നു വരണമേ, നിത്യസ്വർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഇനി മുതൽ ഞാൻ അങ്ങേ എന്റെ തലയായി എന്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് അങ്ങേ അനുസരിച്ച് അനുഗമിച്ച് ജീവിക്കാൻ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രിയമകളെ നീ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇതാ ആ ജീവനുള്ള പുതിയ വഴി, ലോകത്തിൽ ദൈവരാജ്യത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്കുള്ള ആ പുതിയ വഴി ദൈവം നിനക്കായി തുറക്കുകയാണെന്ന് മനസ്സിലാക്കുക. ആ യേശുവിന്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ സ്വർഗീയ ഭവനത്തിലേക്ക് നിന്ന് കടന്നു വരാം. നീ അറിയാത്ത ഒരു പിതാവ്, ഒരു ഉടമസ്ഥൻ നിനക്കുണ്ട് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ഇതാ ഞങ്ങൾ അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സഹോദരന്മാർ നിങ്ങളുടെ കയ്യിൽ 2 നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സദ്വാർത്ത എവിടെ അറിയിച്ചു പോകും, പക്ഷേ പെട്ടെന്ന് ഈ അന്തരീക്ഷം മറക്കും, നിങ്ങളുടെ ഹൃദയം മറക്കും. എന്നാൽ ആ നോട്ടീസിൽ
ഈ രാജ്യത്തെ സുവിശേഷം യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം എന്തെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ മറ്റൊരു നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് എറണാകുളം പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ് 22 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു ദൈവവചന ധ്യാന യോഗമുണ്ട്. ഇതാ പാപികൾക്ക് പാപരഹിതമാകുവാൻ തക്കവണ്ണ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസമായി യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം എന്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതാ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിന് ആശ്വാസം കൈക്കൊള്ളുവാനുള്ള ഒരു സ്ഥലമായി നിങ്ങൾക്ക് അതിനെ കാണാം. അവിടേക്ക് നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. അടുത്ത ധ്യാനം മറ്റന്നാളാണ്, 2-ാം തീയതി തുടങ്ങുകയാണ്. ഡിസംബർ 2-ാം തീയതി തുടങ്ങുന്ന ഒരാഴ്ച നിങ്ങൾ വന്ന് താമസിക്കാം. അവിടെ ഭക്ഷണവും പാർപ്പിടവും എല്ലാം ഉണ്ട്. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ അതിൽ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറുകൾ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യൂദേമ്പർ ദേശം, നടക്കാവ് ദേശത്തുള്ള എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടേതായ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും മക്കളെയും മാതാപിതാക്കന്മാരെയും ഇവരുടെ എല്ലാ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ നടത്തുന്ന സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ കേട്ട സുവിശേഷം ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് ഇവരുടെ താൽക്കാലിക കാര്യങ്ങൾ മാത്രമല്ല ഇവരുടെ നിത്യകാര്യങ്ങളുടെ മേലും അങ്ങയുടേതായ അക്കരം കടന്നുകൊണ്ട് ഇവർ സ്വർഗീയ ഭവനക്കാരായി തീരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവ്, രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഈ ശബ്ദ കാഴ്ച പരിധിയെ എന്നെ കേൾക്കുന്നുവെങ്കിൽ അങ്ങയുടെ പുത്രന്റെ അടിപ്രകാരമുള്ള സൗഖ്യം ഇവരുടെ മേൽ കൽപ്പിക്കുകയാണ്. ഇവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സമാധാന ആശ്വാസം കടന്നു വരട്ടെ. ഇന്ന് ഈ സന്ദേശം നടക്കാതെ ദേശത്ത് ഇവിടെ പ്രസംഗിച്ചതുകൊണ്ട് ഈ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടട്ടെ. ഇവിടെ ദൈവത്തിന്റെ തുറന്ന വാതിലുകൾ ഈ ദേശത്ത് വെളിപ്പെടട്ടെ. കുടുംബങ്ങളിൽ സമാധാനം കടന്നു വരട്ടെ. മക്കളും അപ്പനും അമ്മയുമായി ഐക്യത കടന്നു വരട്ടെ. ഇവരുടെ ദേശങ്ങളിൽ ദൈവപ്രവർത്തനം വെളിപ്പെടട്ടെ. ഈ സന്ദേശം മുഖാന്തരം ഈ ദേശം എല്ലാ വലിയ ദൈവിക സമാധാനം അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ. ഇവരുടേതായ ആത്മീയമായ എല്ലാ മേഖലകളും പുഷ്ടിപ്പെടട്ടെ. ഭൗതികമായ ബിസിനസ്സുകൾ പുഷ്ടിപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുനീരും ദൈവത്തിന്റെ സന്തോഷമായി തീരട്ടെ. ഈ ജനതയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ വ്യക്തിയുടെ അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വം പിതാവേ, നിങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.